സിനിമാ രംഗത്ത് വീണ്ടും സജീവ സാന്നിധ്യമാവുകയാണ് മുകേഷ്. ഫിലിപ്സ് എന്ന സിനിമയ്ക്ക് ശേഷം അയ്യർ ഇൻ അറേബ്യ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളാണ് താരം ഇപ്പോൾ. MA നിഷാദ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മുകേഷ്, ഉർവശി, ധ്യാൻ ശ്രീനിവാസൻ, ഷൈൻ ടോം ചാക്കോ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഉർവശിയും മുകേഷും ഒന്നിച്ചെത്തുന്നു എന്ന പ്രത്യേകതയാണ് പ്രേക്ഷകരെ ആകർഷിക്കുന്നത്. കോമഡി സീനുകളിൽ ഒരേപോലെ തിളങ്ങുന്നവരാണ് മുകേഷും ഉർവശിയും. അതിനാൽ തന്നെ അയ്യർ ഇൻ അറേബ്യയിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷകളേറെയാണ്. സിനിമയെക്കുറിച്ചും സിനിമാ ലോകത്തെ സൗഹൃദങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് മുകേഷ് ഇപ്പോൾ. ഒരു അഭിമുഖത്തിലാണ് നടൻ മനസ്സ് തുറന്നത്. ഉർവശിക്കൊപ്പം അഭിനയിക്കുക എന്നത് ഭയങ്കര ചലഞ്ചാണെന്ന് മുകേഷ് പറയുന്നു. ഉർവശി എന്ത് പറയും, എങ്ങനെ പെരുമാറും എന്നൊക്കെ കാണാൻ കൗതുകമാണെന്ന് മുകേഷ് വ്യക്തമാക്കി. ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ ഉർവശി കാണിച്ച ശ്രദ്ധയെക്കുറിച്ചും മുകേഷ് സംസാരിക്കുന്നുണ്ട്. കൂടുതലും ഫ്ളാറ്റിനകത്തും പരിസരത്തുമാണ് ഷൂട്ട്. അപ്പോൾ ഈ ക്യാരവാന്റെ ശല്യം അധികമില്ല. എല്ലാവരും ഒന്നിച്ചിരുന്നുള്ള സംഭാഷണവും പഴയ കാലത്തെ പോലെ തമാശകളും ഉണ്ടായി. ഷൈൻ ടോം ചാക്കോ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്ന് ഞാൻ ഉർവശിയോട് പറഞ്ഞു. ഉർവശി ഒരു അമ്മയെ പോലെ ഡാ ഇരിയടാ അവിടെ എന്ന് പറഞ്ഞ് ചോറും കറികളും എടുത്തു വെച്ചു. കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് വാരിക്കൊടുത്തു. ഞങ്ങൾക്കെല്ലാം പഴയ കാലമാണ് ഓർമ്മ വന്നത്. ഷൈൻ ടോം ചാക്കോയ്ക്ക് അമ്മയെപ്പോലെയും മൂത്ത ചേച്ചിയെപ്പോലെയും ഉർവശിയെ ഇഷ്ടപ്പെടുന്നു. എന്തായാലും ദത്തെടുക്കട്ടെ എന്ന് ഞാൻ ഉർവശിയോട് ചോദിച്ചു. ഉർവശി ചിരിച്ചു. എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഓഫറുണ്ട്. ഷൈൻ ടോം ചാക്കോയെ ദത്തെടുത്താൽ അലൻസിയർ ഫ്രീ എന്ന് ഞാൻ. അലൻസിയർ അപ്പോൾ തന്നെ ഭാര്യയെ വിളിച്ചു. ഉർവശി എന്നെ ദത്തെടുത്തോളാമെന്ന് പറയുന്നു, നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പൊയ്ക്കോ എന്ന് ഭാര്യ. അന്യം നിന്ന് പോയ തമാശകളായിരുന്നു ഇവയെന്ന് മുകേഷ് ചൂണ്ടിക്കാട്ടി. ഹരിഹർ നഗറിൽ ഒരുമിച്ച് അഭിനയിച്ച മുകേഷ്, ജഗദീഷ്, അശോകൻ, സിദ്ദിഖ് എന്നിവർ സൗഹൃദത്തെക്കുറിച്ചും മുകേഷ് സംസാരിക്കുന്നുണ്ട്. നടൻ റഹ്മാൻ ഒരിക്കൽ സിദ്ദിഖിനോട്, നിങ്ങൾ 4 പേരും സുഹൃത്തുക്കളായി അഭിനയിക്കുന്നുണ്ട്, പക്ഷേ സിനിമ കഴിഞ്ഞാൽ നിങ്ങൾ 4 പേരെയും കാണാറില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സിദ്ദിഖിന് എന്റെ കോൾ വന്നു. ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യാറുണ്ട്. 4 പേർക്കും രാഷ്ട്രീയം വരെ 4 ആയിരിക്കും. പക്ഷേ സൗഹൃദത്തിൽ ഒരു മാറ്റമില്ലെന്നും മുകേഷ് വ്യക്തമാക്കി. ഫെബ്രുവരി 2-നാണ് അയ്യർ ഇൻ അറേബ്യ റിലീസ് ചെയ്യുന്നത്. മുകേഷിനെ പോലെ ഉർവശിക്കും മലയാളത്തിൽ തുടരെ റിലീസുകളാണ്. ജലധാര, പംസെറ്റ്, റാണി എന്നീ സിനിമകൾക്ക് ശേഷമാണ് ഉർവശിയുടെ പുതിയ ചിത്രം അയ്യർ ഇൻ അറേബ്യ റിലീസ് ചെയ്യുന്നത്.